സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. വ്യാജമതനിന്ദ ആരോപണം. പാകിസ്ഥാനിൽ ക്രൈസ്തവ കുടുംബത്തെ കൂട്ടം ചേർന്ന് ആക്രമിച്ച് ഇസ്ലാം മതസ്ഥർ. ലാഹോർ. മതനിന്ദ ആരോപിച്ച് കിഴക്കൻ പാകിസ്ഥാനിലെ ക്രൈസ്തവ കുടുംബത്തെ നൂറുകണക്കിന് ഇസ്ലാം മതസ്ഥർ ക്രൂരമായി ആക്രമിച്ചതായി റിപ്പോർട്ട്. പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം പഞ്ചാബ് പ്രവിശ്യയിലെ സർഗോദ പട്ടണത്തിലെ ചെരുപ്പ് വ്യാപാരിയും ഫാക്ടറി ഉടമയുമായ നസീർ ഗിൽ മസീഹ് എന്ന ക്രൈസ്തവ വിശ്വാസിയും കുടുംബവുമാണ് വ്യാജ ആരോപണത്തെ തുടർന്ന് മർദ്ദനത്തിന് ഇരയായത്. ഖുറാന്റെ പേജുകൾ കത്തിച്ചുവെന്ന വ്യാജ ആരോപണം ഉന്നയിച്ചായിരുന്നു ആക്രമണം. മെയ് 25 ശനിയാഴ്ച പ്രാദേശിക സമയം രാവിലെ 7-നും 8-നും ഇടയിലായിരുന്നു സംഭവം. നൂറുകണക്കിന് ഇസ്ലാം മതസ്ഥരുടെ ജനക്കൂട്ടം ഇരച്ചുകയറി കുടുംബത്തിന്റെ ഫാക്ടറിക്കും താമസ സ്ഥലത്തിനും തീയിടുകയായിരുന്നു. കുടുംബാംഗങ്ങളായ ചിലർക്ക് ഓടിപ്പോകാൻ കഴിഞ്ഞെങ്കിലും രക്ഷപ്പെടുത്താൻ പോലീസ് എത്തുന്നതിന് മുൻപ് മസീഹിന് ക്രൂരമായ മർദ്ദനമേറ്റിരുന്നു. ആക്രമണം നടത്തുന്നതിന്റെയും ചെരുപ്പുകൾ മോഷണം നടത്തുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. പൊന്തിഫിക്കൽ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട പ്രാദേശിക സ്രോതസ്സുകൾ നൽകുന്ന പ്രകാരം ഗുരുതരമായ പരിക്കുകളേറ്റ നസീർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ക്രൈസ്തവ സമൂഹത്തിനെതിരായ ആക്രമണത്തെ ACN ശക്തമായി അപലപിക്കുകയാണെന്നും ദുരന്തബാധിത കുടുംബത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുവെന്നും സംഘടനയുടെ അന്താരാഷ്ട്ര പ്രസ് മേധാവി മരിയ ലൊസാനോ ACI ഫ്രണ്ട്സയ്ക്ക് അയച്ച സന്ദേശത്തിൽ പ്രസ്താവിച്ചു. കുടുംബത്തിന് സഹായം ഉറപ്പുവരുത്തുമെന്നും സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. വിഷയത്തിൽ കർശനമായ ഇടപെടൽ ആവശ്യപ്പെട്ട് ക്രൈസ്തവ സംഘം പോലീസുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ ആകെ ജനസംഖ്യയുടെ 96% മുസ്ലിങ്ങളാണ്. ജനസംഖ്യയുടെ 1.3% വരുന്ന ക്രൈസ്തവർ വലിയ രീതിയിലുള്ള ഭീഷണി രാജ്യത്ത് നേരിടുന്നുണ്ട്. വ്യക്തിവൈരാഗ്യം തീർക്കാൻ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് രാജ്യത്തെ കുപ്രസിദ്ധമായ മതനിന്ദ നിയമം ഉപയോഗിക്കുന്നത് രാജ്യത്ത് പതിവ് സംഭവമാണ്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.